ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുസ് സലാസ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിൽ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ. ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക, അതിൻ്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അള്ളാഹു ആണെന്ന് ഉത്തരം പറയാൻ കഴിയണം. അപ്പോൾ അതിനുള്ള ഇൽമുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, ഷിർക്ക് എന്താണ്, ആരാധനയുടെ ഇനങ്ങൾ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ 3 പഠിച്ചു. അർ-റഗ്ബ എന്ന് വെച്ചാൽ ആശ, പ്രതീക്ഷ. അർ-റഹ്ബ ഭയം, ഭീതി. അൽ-ഖുശൂ വിനയം. അതിൻ്റെ തെളിവുകളും ഖുർആൻ്റെ ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ ദർസിൽ ഹൃദയത്തിൻ്റെ മറ്റൊരു കർമ്മമായ അൽ ഖശ്യ, അതും ഭയം തന്നെയാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ തെളിവും. ബാറക്കല്ലാഹു ഫീക്കും. ഇതെല്ലാം ഹൃദയത്തിൻ്റെ കർമ്മങ്ങളാണ്. ദലീലുൽ ഖശ്യത്തി ഖൗലുഹു തആല ഫലാ തഖ്ശൗഹും വഖ്ശൗനി. ഇതാണ് അള്ളാഹുവിൻ്റെ വചനം തെളിവ്. അൽ ഖശ്യക്ക്, അവരെ നിങ്ങൾ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക. ഇത് സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 150-ാം വചനം. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം നമ്മൾ വായിക്കുന്നത് ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടേതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഖശ്യ ഭയത്തിൻ്റെ ഒരു ഇനമാണ്. അത് ഖൗഫിനേക്കാളും പ്രത്യേകമായിട്ടുള്ളതാണ്. അള്ളാഹു പറഞ്ഞു ഫലാ തഖ്ശൗഹും, അവരെ ഭയപ്പെടരുത്. അള്ളാഹു കൽപ്പിക്കുകയാണ് അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. അള്ളാഹു ഈ വചനത്തിൽ പറഞ്ഞു ഫലാ തഖ്ശൗഹും വഖ്ശൗനി വലിയുത്തിമ്മ നിഅമതി അലൈക്കും വലഅല്ലക്കും തഹ്തദൂൻ. അതുകൊണ്ട് അവരെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക. അങ്ങനെ എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരാനും നിങ്ങൾ മാർഗദർശനം ലഭിക്കുന്നവരാകാനും. ഇത് സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായം 150-ാം വചനമാണ്. അപ്പോൾ അള്ളാഹു ഇവിടെ കൽപ്പിക്കുകയാണ് അവനോട് ഭയമുണ്ടാകണം. നിസ്കരിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അവർ അവരുടെ റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാകുന്നു. ഇത് സൂറത്തുൽ മആരിജ് 70-ാം അധ്യായം 27-ാം വചനമാണ്. ഇതിനർത്ഥം അവർ ഭയവിഹ്വലരാണ്. ഇതാണ് സൃഷ്ടികളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അള്ളാഹു മലക്കുകളെക്കുറിച്ച് പറഞ്ഞു യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ അവരുടെ മുകളിലുള്ള രക്ഷിതാവിനെ ഭയപ്പെടുന്നു, അവരോട് എന്താണ് കൽപ്പിച്ചത് അതവർ ചെയ്യുന്നു. ഇത് സൂറത്തുൻ നഹലിലെ 16-ാം അധ്യായം 50-ാം വചനമാണ്. അപ്പോൾ സൃഷ്ടികളിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അതിൽ നിന്ന് മലക്കുകൾ, ദൂതന്മാർ, പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, അവർക്കാണ് ഏറ്റവും ഭയമുള്ളത് അള്ളാഹുവിനോട്. അർ-റഹ്ബ ഭയം, അൽ ഖൗഫ് ഭയം, അൽ ഖശ്യ ഭയം. ഇതെല്ലാം ഒരേ അർത്ഥമാണ്. അതിനൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിലും, ചിലതിനേക്കാൾ പ്രത്യേകത ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, അള്ളാഹുവിനോടുള്ള ഭയമാണ്. ഇത് പ്രവാചകന്മാരുടെയും അള്ളാഹുവിൻ്റെ അടിമകളായ സ്വാലിഹീങ്ങളുടെയും വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അത് ആരാധനയുടെ ഒരു വലിയ ഇനമാണ്. അത് ഹൃദയത്തിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അത് അള്ളാഹു അല്ലാതെ ആർക്കും അറിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.